ഹായ് ഫ്രണ്ട്സ്, മുപ്പന്തൽ ദേവി ക്ഷേത്രത്തിന് മുന്നിലുള്ള ഇസാക്കി അമ്മൻ പ്രതിമയാണ് നമ്മൾ കാണുന്നത്. 33 അടി ഉയരമുണ്ട്. അതിമനോഹരമായ ഒരു ശില്പമാണിത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി തിരുനെൽവേലി ദേശീയപാതയോരത്ത് ആറൽ, വായ്മൊഴി, കാവൽക്കിണർ എന്നീ പട്ടണങ്ങൾക്കിടയിലാണ്. നാഗർകോവിലിൽ നിന്നും 15 കിലോമീറ്റർ ദൂരം. ചേര, ചോഴ, പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത്, അതായത് മൂവേന്തർ ഭരണകാലത്ത് അവിടെ വെച്ചാണ് അവർ സംഘകവിയായ ഔവ്വയ്യാരെ കണ്ടുമുട്ടുന്നത്. ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഔവ്വയ്യാരുടെ നേതൃത്വത്തിൽ ഒരു പവിലിയൻ നിർമ്മിച്ചു. ഈ പവിലിയൻ നിർമ്മിച്ച സ്ഥലമാണ് മുപ്പണ്ടൽ എന്ന് അറിയപ്പെടുന്നത്. ഇത് ഐതിഹ്യമായി പറയുന്നത് പലവൂരിലെ ഒരു ധനികയായ സ്ത്രീയുടെ മകളായിരുന്നു യസാക്കി. ഒരു യുവാവ് സമ്പത്തും ആഭരണങ്ങളും മോഹിച്ച് അവളോട് കാമുകനെ പോലെ പെരുമാറി. വീട്ടിൽ നിന്ന് ആഭരണങ്ങളും പണവും എടുത്ത് എവിടെയെങ്കിലും പോയി ജീവിക്കാം എന്ന് അയാൾ അവളോട് പറഞ്ഞു. അവൾ അതനുസരിച്ച് അദ്ദേഹത്തിനോടൊപ്പം ഇറങ്ങിത്തിരിച്ചു. വഴിമധ്യേ എല്ലാം കൈക്കലാക്കി അവളെ ഒരു കല്ലുകൊണ്ട് തലക്കടിച്ചു കൊന്നു. വഴിയിൽ ഈ യുവാവും പാമ്പ് കടിയേറ്റ് മരിച്ചു. രണ്ടുപേരും ശിവൻ്റെ സ്വർഗീയ വാസസ്ഥലത്തെത്തി. യസാക്കി തൻ്റെ കൈകൊണ്ട് യുവാവിനെ കൊല്ലാനുള്ള വരം ശിവഭഗവാനോട് ചോദിച്ചു വാങ്ങി. ശിവഭഗവാൻ രണ്ടുപേർക്കും പുനർജന്മം നൽകി. അങ്ങനെ വീണ്ടും അവർ അവിടെ ജനിച്ചു. അവർ വളർന്നു വലുതായി. അദ്ദേഹം ഒരു യുവാവായി മാറി. യസാക്കി കള്ളിച്ചെടിയെ ഒരു കുട്ടിയാക്കി മാറ്റുന്ന രീതിയെടുത്തിട്ട് ആ യുവാവിൻ്റെ വീട്ടിലേക്ക് പോയി. കുട്ടിയുടെ പിതാവ് ഇതാണെന്ന് ആ നാട്ടുകാരോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അയാളത് നിഷേധിച്ചപ്പോൾ കേസ് ഗ്രാമസഭയിലെത്തി. അവിടെ യുവാവ് അത് തന്നെ പറഞ്ഞു. ഇസാക്കി ഈ കുട്ടിയെ അയാളുടെ അടുത്തേക്ക് അയച്ചു. കുട്ടിയെ കൊണ്ടയാൾ ഇസാക്കി അച്ഛ എന്ന് വിളിപ്പിച്ചു. സഭ ഇരുവരെയും ഒരു മുറിയിൽ പൂട്ടിയിട്ട് ഒത്തുതീർപ്പാക്കാൻ അവളോട് ആവശ്യപ്പെട്ടു. ഈ അവസരത്തിനായി കാത്തിരുന്ന ഇസാക്കി തൻ്റെ കൈകൾ കൊണ്ട് അദ്ദേഹത്തെ കൊന്നു. എന്നിട്ടും കോപം കുറയാത്തതിനാൽ ഇസാക്കി മുപ്പണ്ടലിലേക്ക് വന്നു. ഔവ്വയ്യാർ അവളെ ആശ്വസിപ്പിച്ചു, ശാന്തയാക്കി മുപ്പണ്ടലിൻ്റെ കാവൽ ദേവതയാക്കി ഈ സ്ഥലത്ത് വസിക്കാനായി ഉപദേശിച്ചു. പാർവതി മാതാ മുപ്പണ്ടലിൻ്റെ കാവൽ ദേവിയായി അവളെ അനുഗ്രഹിച്ചു. ക്ഷേത്രത്തിൽ ധാരാളം ഉപദേവതാ പ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രത്തിൽ വലംപുരി ഗണപതി, ബാലമുരുകൻ, ഔവ്വയ്യാർ, ഭദ്രകാളി, പല ഉപദേവതാ പ്രതിഷ്ഠകളും, പുറ്റു വളർന്ന ഒരു ഭാഗം, ഇങ്ങനെ നിരവധി ക്ഷേത്ര സമുച്ചയങ്ങൾ കൊണ്ട്, പ്രതിഷ്ഠകൾ കൊണ്ടും നിറഞ്ഞതാണ് ഈ ഔവ്വയ്യാർ ക്ഷേത്രവും ഇസക്കി അമ്മൻ ക്ഷേത്രവും. ഈ മുപ്പണ്ടലിൻ്റെ അടുത്തായിട്ട് മറ്റൊരു ഇസക്കി അമ്മൻ ക്ഷേത്രമുണ്ട്. അവിടെ ചുടലമാടൻ സ്വാമി സംരക്ഷകനായി നിലകൊള്ളുന്നു. ഇവിടുത്തെ പ്രധാന ദേവതയെ ആദി ഇസാക്കി അമ്മൻ എന്ന് വിളിക്കുന്നു. ഇവിടുത്തെ ക്ഷേത്ര ആരാധനാ സമയങ്ങൾ രാവിലെ 6:30 മുതൽ രാത്രി 8 വരെയാണ്. ഉച്ചയ്ക്ക് 12:30 നട അടയ്ക്കും. വൈകുന്നേരം 4 മണിക്ക് തുറക്കും. ഇവിടുത്തെ പ്രധാന ഉത്സവമായി പറയുന്നത് തമിഴ് മാസമായ ആടിയിലെ അവസാനത്തെ ചൊവ്വ, ആടിച്ചൊവ്വ. മറ്റു ദേവിക്ക് അർപ്പിക്കുന്ന പ്രസാദം വെളുത്ത പൊങ്കാലയും പായസവും. നിരവധി ഭക്തരാണ് ദിവസവും ഇവിടെ എത്താറ്. ഇവിടെ എത്തിയാൽ പ്രത്യേക ഒരു അനുഭവം തന്നെ നമുക്ക് ഉണ്ടാകും. ഇത്ര ഒരു വിശ്വാസമാണ് നമുക്കവിടെ എത്തിയാലായിട്ട് തോന്നുക. തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ പോയി നോക്കണം. അത്രയ്ക്കും മനോഹാരിത നിറഞ്ഞ